ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ അനുമോൾക്ക് ബിഗ് ബോസ് വാർണിംഗ് കൊടുത്തിരിക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, ടിക്കറ്റ് ടു ഫിനാലെയുടെ രണ്ടാമത്തെ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 പേർ വീതമാണ് ആക്ടിവിറ്റി ഏരിയയിൽ പോയി ഈ ടാസ്ക് ചെയ്യേണ്ടത്. ആദ്യം പോയ 3 പേർ അനുമോൾ, അനീഷ്, സാബുമാൻ, ഇവർ 3 പേരുമാണ്. എന്നാൽ ഫസ്റ്റ് റൗണ്ടിൽ ടാസ്ക് ചെയ്യാൻ സാധിച്ചത് അനുമോൾക്ക് മാത്രമാണ്. അനീഷിൻ്റെയും സാബുമാൻ്റെയും പ്രോപ്പർട്ടിയിൽ എന്തോ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ടാസ്ക് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അനുമോളുടെ ടാസ്ക് പൂർത്തിയായതിനു ശേഷമാണ് 3 പേരും ആക്ടിവിറ്റി ഏരിയയിൽ നിന്നും പുറത്തു വന്നത്. ആക്ടിവിറ്റി ഏരിയയിൽ വെച്ച് തന്നെ ബിഗ് ബോസ് 3 പേരോടും പറഞ്ഞിരുന്നു, വീട്ടിലുള്ള ബാക്കി ആരോടും ഗെയിമിനെ കുറിച്ചോ പസിലിനെ കുറിച്ചോ ഒന്നും പറയാൻ പാടില്ല. അതായത് ഒരു തരത്തിലും മറ്റ് കണ്ടസ്റ്റൻസിനെ ഹെൽപ്പ് ചെയ്യാൻ പാടില്ല. ഇത് ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് ആണ്. മറ്റ് ടാസ്കുകളെ പോലെയല്ല, കുറച്ചും കൂടി ഗൗരവമായിട്ട് കാണേണ്ട ടാസ്കുകളാണ്. ഇൻഡിവിജ്വൽ പോയിന്റുകളാണ് ഈ ടാസ്കുകളിൽ നിന്നുമെല്ലാം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ ഗൗരവമായി കാണേണ്ട ടാസ്കുകളാണ്. എന്നാൽ അനീഷും സാബുമാനും യാതൊന്നും ആരോടും പറയുന്നില്ല. അവർ ടാസ്ക് ചെയ്തില്ല എന്ന് പോലും ആരോടും പറയുന്നില്ല. എന്നാൽ അനുമോളാവട്ടെ ആദ്യം ലിവിംഗ് റൂമിലിരുന്ന് ആദിലയോട് സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് നോർമൽ കാര്യങ്ങൾ സംസാരിക്കുന്നു. പിന്നീട് നൈസായിട്ട് സംസാരിച്ച് ആദിലയും അനുമോളും ബെഡ്റൂമിലെത്തുന്നു. തൊട്ടു പിന്നാലെ നൂറയും എത്തുന്നു. എന്നിട്ട് അനുമോള് കുറച്ച് ക്ലൂ ഒക്കെ കൊടുക്കുന്നു ആദ്യം. അതായത് സ്പീഡിൽ കളിക്കണം, ടെൻഷൻ അടിക്കാൻ പാടില്ല, പിന്നീട് വലത് കൈ യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ 1-2 ക്ലൂകൾ, അനുമോൾക്ക് വർക്കായ കുറച്ച് ക്ലൂകൾ അനുമോള് ആദിലയ്ക്കും നൂറയ്ക്കും കൊടുക്കുന്നു. അതിനുശേഷം കൊഞ്ഞയുള്ള രീതിയിൽ ആദിലയോടും നൂറയോടും സംസാരിക്കുന്നു. അതായത് വേറെ ആരെങ്കിലും കേട്ടാൽ മനസ്സിലാവാത്ത രീതിയിൽ ഇവരോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം അനുമോള് ചോദിക്കുന്നുണ്ട്, മനസ്സിലായോ? അപ്പോൾ ആദില പറയുന്നു മനസ്സിലായി എന്ന്. അതിനുശേഷം വീണ്ടും എന്തോ പറയാൻ വരുന്നു. അപ്പോഴേക്കിനും ബിഗ് ബോസ് പറയുന്നുണ്ട്, അനുമോൾ അധികം അങ്ങ് പറഞ്ഞു കൊടുക്കണ്ട എന്ന്. എന്തായാലും അങ്ങനെ അനുമോൾക്ക് ഇപ്പോൾ വാണിംഗ് കിട്ടിയിരിക്കുകയാണ്. പ്രത്യേകം ബിഗ് ബോസ് പറഞ്ഞതാണ് ഗെയിമിനെ കുറിച്ചോ പസിലിനെ കുറിച്ചോ ഒന്നും പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്ന്. എന്നിട്ടും അനുമോള് ആദിലേനെയും നൂറയും ഈ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിൽ ഹെൽപ്പ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.